എന്താണ് ഇതിന്റെ ഐതിഹ്യം? എന്താണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. തിരുവോണത്തിനും അതുപോലെ തന്നെ ഉത്രാട ദിവസവും നമ്മുടെ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വാനന്മാർക്ക് സദ്യ നൽകി വരുന്നുണ്ട്. ഐതിഹ്യമാലയിൽ തന്നെ പറയുന്നതനുസരിച്ച് ശ്രീരാമൻ രാമരാവണ യുദ്ധം കഴിഞ്ഞ് ലങ്കയിലേക്ക് പോകുന്ന വഴി ശാസ്താംകോട്ടയിലെത്തിയെന്നും ഇവിടെ പിതൃതർപ്പണം നടത്തിയ ശേഷം ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഈ കാനന സദൃശ്യമായ ഈ ശാസ്താംകോട്ട ക്ഷേത്രത്തിൻ്റെ ദേവന്റെ തോടരായി ഏതാനും വാനരന്മാരെ ഇവിടെ നിയോഗിച്ചു എന്നുമാണ്. അതിൻ്റെ സന്തതി പരമ്പരകളാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്നത്. വേറൊരു പ്രത്യേകത, ഇത് നമ്മുടെ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലൊക്കെ കുരങ്ങിൻ്റെ വാനരന്മാരുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ ജനങ്ങളുമായിട്ടൊക്കെ വളരെ ഇഴകി ചേർന്ന് പോകുന്ന ഒരു വാനരന്മാരാണ് ശാസ്താംകോട്ടയിൽ ഉള്ളത് തന്നെ. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. എന്ത് മനോഹരമായിട്ടാണ് ഇത് പെറുക്കിയെടുത്ത് ഈ ദൃശ്യങ്ങൾ അത് ഓരോരുത്തർക്കും വളരെ കൗതുകവും നിർത്തുന്നതാണ്. കാരണം വാനരന്മാർ സ്വാഭാവികമായും ആക്രമിക്കുന്ന രീതിയാണ് എല്ലായിടവും കാണുന്നത്. இலகு இலகிலகு இலகு நாகே இலகு இலகெண்டே மணிஷிலே இலகு இலகிலகு இலகு நாகே இலகு இலகெண்டே மணிஷிலே கடியாலே பாயுனாகே கடியூணர் முடியாலே பாயுனாகே முடியூணர் இலகு 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 நாகே இலகு இலகெண்டே மணிஷிலே முன்னிலே கையோ கூத்தி முடியூலச்சு ആലവട്ടം വെഞ്ചാമരോ വിഷും പോലെ
ഇളക് 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 നാഗേ ഇളക് ഇളകെന്റെ മണിശീലേ ഞാൻ പിടിച്ചോ അങ്ങനെ സെക്രട്ടറി കേരളത്തിലെ അതിപുരാതനമായ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രാടത്തിനും തിരുവോണത്തിനും അപൂർവമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകളാണ് ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വാനര സദ്യ കാണുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. ഇന്നലെ ഉത്രാട ദിവസവും ഇവിടുത്തെ വാനരന്മാർക്ക് ഓണത്തിൻ്റെ ഉള്ള സദ്യ ഉണ്ടായിരുന്നു. ഇന്ന് തിരുവോണത്തിനും അതുപോലെ തന്നെ നമ്മുടെ തിരുവോണ നാളിൽ നമ്മളെല്ലാവരും വീടുകളിൽ സദ്യ കഴിക്കുമ്പോൾ ഇവിടെ വാനരന്മാർക്ക് അതുപോലെ തന്നെ തൂശനിലയിൽ ഇലയിട്ട് നമ്മൾ വീടുകളിൽ വിളമ്പുന്നത് പോലെ ചോറും പരിപ്പും പപ്പടവും തൊടുകറികളും പായസവും എല്ലാം ചേർത്തുള്ള വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വാനരന്മാർക്കും ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 50 വർഷത്തോളമായി ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ ഈ ചടങ്ങ് നടന്നു വരുന്നുണ്ട്. ഉത്രാടത്തിനും തിരുവോണത്തിനും കൂടാതെ ഭക്തജനങ്ങളുടെ വകയായി ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ വാനരന്മാർക്ക് വാനരസദ്യ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്സവ ദിവസങ്ങളിൽ ഉത്സവം നടത്തുന്നവരും അല്ലാതെയുള്ള ഭക്തജനങ്ങളും ഒക്കെ ഇവിടെ വാനരന്മാർക്ക് ഇത്തരത്തിൽ സദ്യ നടക്കുന്നുണ്ട്. വാനര ഭോജനശാലയിൽ ഒരുക്കിയിട്ടുള്ള ഈ വാനര സദ്യ വീക്ഷിക്കുന്നതിന് നമ്മളിപ്പോൾ ഇവിടെ കണ്ടതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് പല ദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ശ്രീരാമക്ഷേത്രത്തിലെ വാനരന്മാർക്ക് ആഹാരം കൊടുക്കുന്നത് ഞാനാണ്. രാവിലെ ആഹാരം കൊടുക്കും, വൈകിട്ട് തൂത്തുവാരി ഇത് ക്ലീനാക്കി ഇടും. എല്ലാ ദിവസവും ആഹാരമുണ്ട്. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി എല്ലാ വിഭവങ്ങളുമാണ് ഇതിന് കൊടുക്കുന്നത്. ഇന്ന് തിരുവോണമാണ്. തിരുവോണത്തിൽ നമ്മളെല്ലാവരും നല്ല സദ്യയൊക്കെ കഴിക്കുന്നുണ്ട്. ഈ സദ്യയൊക്കെ കഴിക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ഒരു പുരാണ ചരിത്രമുള്ള ഒരു ക്ഷേത്രമുണ്ട്. ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വാനര സദ്യ നൽകുന്നുണ്ട്. ഇത് വാനരന്മാർക്ക് വെച്ചിട്ടുള്ള സദ്യയാണ്. സദ്യ കഴിക്കാൻ നിരവധി വാനരന്മാർ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 50 ദിവസത്തോളമായി വാനരന്മാർക്ക് ഇങ്ങനെയുള്ള സദ്യ കൊടുക്കുന്നു. ഈ സദ്യയിൽ കാണാം അവിയലും പായസവും തൈരും എല്ലാം തന്നെ ഉണ്ട്. പഴവർഗ്ഗങ്ങളെല്ലാം ഇതിൽ വെച്ചിട്ട് ഇരിക്കുന്ന ഇത് വാനര ഭോജനശാലയിലാണ് ഇത്തരത്തിലൊരു ഈ സദ്യ നിരവധി കുടുംബങ്ങൾ വന്ന് എല്ലാ വീട്ടിലും കഴിച്ച് ആനയിക്കുന്നതാണ്.
കാര്യങ്ങളും എല്ലാം തന്നെ വിഭവമായി പായസമുണ്ട്. ആ പായസമൊക്കെ വിളമ്പി വെച്ച് ആ കുടുംബമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു വാനര സദ്യയാണിത്. എല്ലാ വർഷവും കഴിഞ്ഞ 30 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവുമുള്ള ആഹാരത്തിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു തുക ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്. ഓക്കെ. ഹലോ ചോറ് വൈകിട്ട് ഒന്നുമില്ലായിരുന്നു.